ഈ എന്താ 9th ക്ലാസ് മുതൽ ഇത്രയും മ്യൂസിക് ആയിട്ട് 10th മുതൽ ഇത്രയും പാഷനേറ്റ് ആയിട്ട് മ്യൂസിക് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് കോവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോ പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ ഹൗ ഡിഡ് യു ഹാൻഡിൽ ഇറ്റ്? വാട്ട് ഡിഡ് യു ഡു? ഹൗ വാസ് ലൈഫ്? ഐ വാസ് ഡൂയിങ് ലോട്ട് ഓഫ് തിങ്സ്. എനിക്ക് ആക്ച്വലി കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് നടന്നൊരു സംഭവമായിരുന്നു അത്. കാരണം ഐ വെന്റ് ആൻഡ് ലേൺ ബിറ്റ് ഓഫ് മ്യൂസിക്. കുറച്ച് എക്സ്റ്റെൻഡഡ് സ്റ്റഡി നടത്തി ഓൺലൈൻ. പിന്നെ ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ കോഫി ബ്രൂയിങ് ബിസിനസ്. അപ്പൊ ഇപ്പൊ ഒരു ചെറിയൊരു സ്മോൾ സ്കെയിൽ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ. പേര് ഇറ്റ്സ് കോൾഡ് സത്ത്. SATH. ഓക്കെ, സത്ത്. അസത്തെ എന്ന് പറയില്ല. ആണ് എസെൻസ് എന്നുള്ളത്. കോൾഡ് ബ്രൂ. അപ്പൊ അതെല്ലാം ക്രിയേറ്റീവ്. എവറിത്തിങ് ഹാപ്പൻ ഡ്യൂറിംഗ് ദ 2020 COVID time. 2 years. It was a struggle. പക്ഷെ എന്നാലും. സോ എവിടെയാണ് ഈ സത്ത് എന്നുള്ളതിന്റെ ലൊക്കേഷൻ വരുന്നത്? ഇൻ കേസ് എനി ഓഫ് കൊച്ചി. ഓ, ഇറ്റ്സ് ലൈക്ക് ഒരു കഫേ ആണോ അതോ ഒരു കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്? സോ വി ഡു B2B, ബിസിനസ് ടു ബിസിനസ്. ഓക്കെ, കൂൾ, ഇൻട്രസ്റ്റിംഗ്. അപ്പം അല്ല, ആസ് ഓഫ് നൗ ബിസിനസ് ഓൺടർപ്രണർ, മ്യൂസിക് പ്രൊഡ്യൂസർ, ആക്ടർ, lots of names, even background score ചെയ്യാം. perfect journey. Yeah, I mean that's what I'm not thinking backലേക്ക് ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഒരു ലെജർ കോമഡിയാണ് ജോണറെങ്കിലും ഞങ്ങൾ നൊസ്റ്റാൾജിയ പോഡ്കാസ്റ്റ് എന്നാ പറയാറ്. സ്കൂൾ ലൈഫും അതൊക്കെയാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് സംസാരിക്കാറ്. അവിടെ പറയുന്ന നൊസ്റ്റു കാരണം ഞങ്ങള് 8th ക്ലാസ് മുതൽ വി ഹാവ് ബീൻ ടുഗെദർ. ഞങ്ങൾ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് സൗദിയിലായിരുന്നു. പിന്നെ ഇതേപോലെ പോഡ്കാസ്റ്റ് തുടങ്ങി. ഞങ്ങൾ വി ആർ നൗ ഇൻ കാനഡ. സോ യാ, ലുക്കിംഗ് ഗുഡ് ടു ഇറ്റ്.